നമ്മുടെ രാജ്യം ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന കാലമാണിത്. ഈ കാലത്ത് ഇടതുപക്ഷത്തിനും CPIM-നും വലിയ ഉത്തരവാദിത്വമാണ് നിറവേറ്റാനുള്ളത്. അത് പൊതുവെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിർവഹിച്ചു പോരുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു സ്വഭാവം കളഞ്ഞു കുളിക്കാനുള്ള വലിയ തോതിലുള്ള ഭീഷണി നേരിടുകയാണ്. മതനിരപേക്ഷതയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ മതനിരപേക്ഷതയ്ക്ക് വലിയ ഭീഷണി നേരിടുന്നു. അതിന് കാരണം രാജ്യം ഭരിക്കുന്നത് BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റാണ്. BJP എന്നത് RSS നേതൃത്വം വഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. RSSൻ്റെ നയമാണ് BJP നടപ്പാക്കുന്നത്. മതനിരപേക്ഷത ഒരു കാലത്തും RSS അംഗീകരിച്ചതല്ല. അവര് ഈ രാഷ്ട്രം ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാകണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അതിനനുസൃതമായ നിലപാടുകളാണ് അവർ സ്വീകരിച്ചിരുന്നത്. നമ്മുടെ ഭരണഘടന അംഗീകരിക്കപ്പെട്ടപ്പോൾ ആ ഭരണഘടനയെ അംഗീകരിക്കാൻ തയ്യാറാകാത്തവരാണ് RSS. അവർക്ക് രാജ്യത്ത് നടപ്പാക്കേണ്ടത് മനുവിൻ്റെ നിയമങ്ങളായിരുന്നു, മനുസ്മൃതിയായിരുന്നു. ഇതെല്ലാം പരസ്യമായി തന്നെ അവരെടുത്ത നിലപാടുകൾ. നമ്മുടെ ഭരണഘടന അംഗീകരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ സ്വഭാവം എന്താകണമെന്നുള്ളത് വിശദമായി ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. മതനിരപേക്ഷ രാഷ്ട്രമാകണം എന്നതാണ് പൊതുവെ അംഗീകരിച്ചത്. അന്ന് തൊട്ടേ അതിനെതിരായ നിലപാടുകളാണ് RSS സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി മതനിരപേക്ഷത ദുർബലപ്പെടുത്താനുള്ള ഒട്ടേറെ നീക്കങ്ങൾ RSSൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിലൂടെ വർഗീയ സംഘർഷങ്ങൾ, വർഗീയ കലാപങ്ങൾ നിരവധിയാണ് നമ്മുടെ രാജ്യത്ത് സംഘടിപ്പിക്കപ്പെട്ടത്. ഇത്തരം സംഘർഷങ്ങളിലൂടെ, കലാപങ്ങളിലൂടെ വലിയ തോതിലുള്ള ചേരിതിരിവ് സൃഷ്ടിക്കലാണ് RSS ആഗ്രഹിച്ചത്. എല്ലാ കാലത്തും മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനു വേണ്ടി കരുത്താർന്ന നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സ്വീകരിച്ചു വന്നിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ ആദ്യകാല സമീപനം നോക്കിയാൽ ആദ്യത്തെ പ്രധാനമന്ത്രിയായി വന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു
മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ടതായി കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പ്രസംഗം സ്വാതന്ത്ര്യം ലഭിച്ച നാളുകളിൽ ഡൽഹിയിൽ ജാമിയ മിലിയ ആക്രമിക്കാൻ പോയ ഒരു സംഘത്തെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തടഞ്ഞു എന്ന കാര്യം ആവേശകരമായി അദ്ദേഹം പറയുന്നത് കേട്ടു. ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ആ ജവഹർലാൽ നെഹ്റുവിൻ്റെ രക്തമാണ് നമ്മുടെ സിരകളിലൂടെ ഒഴുകേണ്ടത്. പക്ഷേ വളരെ പഴക്കമില്ലാത്ത ഒരു കാര്യം എല്ലാവരുടെയും മനസ്സിലപ്പോൾ ഉയർന്നു വന്നു. ആ പ്രസംഗം കേട്ട പലരും ഓർത്തത് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി നരസിംഹറാവുവിനെയാണ്. നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ പ്രതീകമായിരുന്നു അത്. ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതക്കേറ്റ ഏറ്റവും കനത്ത ആഘാതമായിരുന്നു ബാബറി മസ്ജിദിനെ തകർക്കൽ. അത് തകർത്തത് സംഘപരിവാരുകാരാണ് ആണെങ്കിലും അങ്ങനെ തകർക്കുന്നതിന് ഒത്താശ ചെയ്തു കൊടുത്തതിൽ നിന്ന് കോൺഗ്രസ്സിന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. ഈ രാജ്യം ബ്ലാങ്ക് ചെക്കാണ് അന്നത്തെ പ്രധാനമന്ത്രിക്ക് നൽകിയിരുന്നത്. പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത കക്ഷികളുടെ യോഗം ഏകണ്ഠമായി ഒരു പ്രമേയം അംഗീകരിച്ചു കൊടുത്തു. അത് ബാബറി മസ്ജിദ് തകർക്കുന്നത് തടയാൻ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും ഞങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് രാജ്യം ഒറ്റക്കെട്ടായി പ്രധാനമന്ത്രിക്ക് എഴുതി നൽകിയ ഉറപ്പായിരുന്നു. പക്ഷേ ആ തകർക്കൽ ദിവസം തകർക്കുന്നതിന് വേണ്ടിയുള്ള സന്നാഹങ്ങൾ എടുത്തു വരുന്നു. ബാബറി മസ്ജിദിലേക്ക് സംഘം ഇരച്ചു കയറുന്നു, തകർക്കൽ ആരംഭിക്കുന്നു. ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും വിവരമറിഞ്ഞ രാജ്യത്തെ പ്രമുഖരായ മതനിരപേക്ഷ നേതാക്കൾ, അതിൽ CPM-ൻ്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി സഖാവ് സുർജിത്ത് അടക്കമുള്ളവരുണ്ട്, പ്രധാനമന്ത്രിയെ വിളിക്കുന്നു. ആർക്കും പ്രധാനമന്ത്രിയെ കിട്ടുന്നില്ല. അദ്ദേഹം ഇപ്പം നമ്മുടെ ടെലിഫോണുകളിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന പരിധിക്ക് പുറത്ത്, ഏതുവരെ പൂർണ്ണമായി ബാബറി മസ്ജിദ് തകർത്ത് കഴിയുന്നത് വരെ. അപ്പോൾ ബാബറി മസ്ജിദ് തകർത്തത്
സംഘപരിവാർ കാണാനാണെങ്കിലും ആ ബാബരി മസ്ജിദ് തകർക്കുന്നതിന് നിസ്സംഗതയിലൂടെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ കേന്ദ്ര സർക്കാരാണ്. നെഹ്റുവിൻ്റെ രക്തം എപ്പോഴേ കോൺഗ്രസ്സുകാർ ഉപേക്ഷിച്ച് കഴിഞ്ഞു എന്നാണത് കാണിക്കുന്നത്. ഒരു വലിയ ന്യൂനപക്ഷ സംഗമത്തിൽ, ഒരു ന്യൂനപക്ഷം നടത്തിയ സംഗമത്തിൽ നമ്മുടെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു കോൺഗ്രസ് നേതാവ് നടത്തിയ പ്രസംഗഭാഗമാണ് ഞാനിവിടെ ഓർമ്മിപ്പിച്ചത്. ഇത് ആർക്കും ഒരു പുതുമയുള്ള കാര്യമല്ല. കോൺഗ്രസ് ഒരു കാലത്തും മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശക്തമായി നിലകൊണ്ടിട്ടില്ല. കോൺഗ്രസ് എപ്പോഴും വർഗീയതയുമായി സന്ധി ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. മതനിരപേക്ഷത പൂർണ്ണമായി സംരക്ഷിക്കപ്പെടണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. ആദ്യകാലം തൊട്ടേ കോൺഗ്രസിനകത്ത് മതനിരപേക്ഷത ദുർബലപ്പെടുത്തുന്ന, വർഗീയതയോട് മൃദു സമീപനം സ്വീകരിക്കുന്ന ആളുകളും നേതാക്കളും ഉണ്ടായിരുന്നു. കാലക്രമേണ ആ വിഭാഗം കരുത്താർജിച്ചു വന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ളവർ ശരിയായ നിലപാട് സ്വീകരിക്കുമ്പോഴും മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തുന്ന നിലപാട് സ്വീകരിക്കുന്ന അനേകം നേതാക്കൾ കോൺഗ്രസ്സിലുണ്ടായി. ഈ ദൗർബല്യം കോൺഗ്രസിനെ എവിടെ എത്തിച്ചു? എല്ലാ കാലത്തും വർഗീയതയുമായി സമരസപ്പെട്ടു പോകാനുള്ള വല്ലാത്ത താല്പര്യം, അത് പരിധി വിട്ടുമായി. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ നോക്കിയാൽ കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന ഒട്ടേറെ നേതാക്കൾ BJPയുടെ നേതാക്കളാണിപ്പോൾ. AICCയുടെ നേതാക്കൾ, പഴയ കേന്ദ്രമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് അധ്യക്ഷന്മാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, രാജ്യത്താകെയുള്ള ഒരുപറ്റം കോൺഗ്രസ് നേതാക്കൾ എല്ലാം BJPയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. BJPയുടെ ഭാഗത്തേക്ക് വലിയ ഒഴുക്ക് നടക്കുന്നു കോൺഗ്രസിൽ നിന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു കാലത്തും വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചു. വർഗീയ നിലപാട് സ്വീകരിക്കുന്ന സംഘപരിവാറിൻ്റെ അതേ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ പലയിടങ്ങളിലുമുണ്ടായി. ഇപ്പോഴും RSSൻ്റെ ആടയാഭരണങ്ങൾ എടുത്തണിയാൻ തയ്യാറാകുന്ന പല കോൺഗ്രസ് നേതാക്കളെയും കാണാൻ കഴിയും. ഇപ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ട വിവിധ തലങ്ങളിലുള്ളവർ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത് അത് ജനപ്രതിനിധികളാണ്. ആ ജനപ്രാതിനിധ്യം ഉള്ളപ്പോൾ തന്നെ BJPയിലേക്ക് മാറുന്നു. എല്ലാം നമ്മൾ കാണുകയാണ്. ഒരു കാലത്തും ഇവിടെ വർഗീയതയെ ശരിയായ രീതിയിൽ എതിർക്കാൻ
കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവം. എന്നാൽ ഇടതുപക്ഷത്തിന് എല്ലാ ഘട്ടത്തിലും വർഗീയതയുമായി വിട്ടുവീഴ്ചയില്ലാതെ പോരാടാനായിട്ടുണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം വർഗീയതയോട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വർഗീയ ശക്തികൾ വലിയ തോതിലാണ് ഇടതുപക്ഷത്തെ എതിർക്കാൻ തയ്യാറാകുന്നത്. ഇപ്പോൾ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷത്തെ തകർക്കുന്നതിനായി കോൺഗ്രസ്സുകാർ കൂട്ടത്തോടെ BJP-യോടൊപ്പം ചേർന്ന കാഴ്ചയും കാണാൻ നമുക്ക് കഴിയും. നേരത്തെ ത്രിപുരയിൽ കാണാൻ കഴിഞ്ഞത് അതായിരുന്നു. കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ വൻതോതിലാണ് BJP-യോടൊപ്പം ചേക്കേറാൻ തയ്യാറായത്. ഇതൊക്കെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് ഭീഷണിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി രാജ്യത്താകെ വിവിധ തരത്തിലുള്ള വർഗീയ സംഘർഷങ്ങൾ വളർത്തിയെടുക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ പലതരത്തിൽ വേട്ടയാടപ്പെടുന്നു. പലതരത്തിലുള്ള മതവൈരം വളർത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയാണ് ഇത്തരമൊരു നിലയിലേക്ക് എത്തിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് രാജ്യം ഭരിക്കുന്നത് ജനങ്ങളെ കണ്ടുകൊണ്ടല്ല, ജനങ്ങൾക്ക് വേണ്ടിയല്ല, ജനങ്ങളുടെ ക്ഷേമം കണക്കാക്കിയല്ല. ഏതൊരു ഗവൺമെൻറ്റും ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരണം നടത്തേണ്ടത്. നമ്മുടെ രാജ്യം വലിയൊരു രാജ്യമാണ്. ലോകത്തിലെ വൻകിട രാഷ്ട്രങ്ങളിൽ ഒന്നാണ്. പക്ഷേ 1947 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ നമുക്ക് ഇപ്പോഴും രാജ്യത്തിലെ ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. വലിയ ദരിദ്രാവസ്ഥ രാജ്യത്ത് നിലനിൽക്കുന്നു. നേരെ ചൊവ്വേ ആഹാരം കഴിക്കാൻ കഴിയാത്തവർ, അതിനുള്ള വരുമാനമില്ലാത്തവർ രാജ്യത്ത് കോടികളാണ്. ലോകരാഷ്ട്രങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയാൽ ആ പട്ടികയിൽ ഏറ്റവും അവസാനത്തെ പേരുകളിലാണ് ഇന്ത്യ ഉൾപ്പെടുന്നത്. അത്രയധികം പട്ടിണിയും ദാരിദ്ര്യവും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. ഇവിടെ കോർപ്പറേറ്റുകൾ തടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ പാപ്പരീകരിക്കപ്പെടുന്നു. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നയസമീപനങ്ങൾ അങ്ങേയറ്റം ജനദ്രോഹപരമായിട്ടുള്ളതാണ്. ആ ജനദ്രോഹപരമായ നടപടികൾക്കെതിരെ സ്വാഭാവികമായി ജനങ്ങളുടെ പ്രതിഷേധമുയരും. കടുത്ത വിലക്കയറ്റം, വലിയ തോതിലുള്ള ദാരിദ്ര്യം, സാധാരണ നിലയിലുള്ള ജീവിതം നയിക്കാൻ കഴിയാത്ത സാഹചര്യം, ഇതിനെല്ലാം എതിരെയുള്ള വലിയ പ്രക്ഷോഭം സ്വാഭാവികമായി നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരും.
ആ ദുരിതങ്ങൾ, അവയെക്കുറിച്ച് ജനങ്ങൾ ചിന്തിക്കാൻ ഇടവരുന്നത്, അവരുടെ ചിന്തയെ തന്നെ മാറ്റിക്കളയുക, അതാണ് വർഗീയ സംഘർഷങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ശത്രുവിനെ സൃഷ്ടിക്കുക, ഒരു ശത്രുവിനെ സൃഷ്ടിച്ചുകൊണ്ട് ആ ശത്രുവിനെതിരായ വികാരം അതിൽ മാത്രം ആളുകളെ തളച്ചിടാൻ നോക്കുകയാണ്. വർഗീയ സംഘർഷത്തിലൂടെ തങ്ങൾക്ക് ലാഭം കൊയ്യാനാവും എന്നും സംഘപരിവാർ കണക്കാക്കുന്നു. ഇക്കാര്യത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നുണ്ടോ? കോൺഗ്രസ്സിന് രാജ്യത്താകെ കൃത്യമായ നിലപാട് സ്വീകരിക്കാനാകുന്നില്ല. ഓരോ പ്രശ്നങ്ങളുടെയും വിശദാംശത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ പലതിൻ്റെ പേരിൽ വർഗീയ സംഘർഷങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ പേരിൽ, പശുവിൻ്റെ പേരിൽ, വിവിധ ഇനങ്ങളിൽ. ആ ഘട്ടങ്ങളിലെല്ലാം എന്താണോ വർഗീയ സംഘർഷത്തിന് ആധാരമായ പ്രശ്നം, അല്ലെങ്കിൽ അതിനുവേണ്ടി ഉയർത്തിക്കാട്ടിയ പ്രശ്നം, അതിനോട് താദാത്മ്യം പ്രാപിച്ചുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറായ കോൺഗ്രസിൻ്റെ വൻ നേതാക്കളെ നമുക്ക് കാണാൻ കഴിയും. അവിടെയും മൃദു സമീപനമാണ്, വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമില്ല. ഇപ്പോൾ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടന്നു. പലയിടങ്ങളിലും വർഗീയ സംഘടനകളുമായി കൊടുക്കലും വാങ്ങലും നടത്താൻ കോൺഗ്രസിനും UDF-നും ഒരു ശങ്കയും ഉണ്ടായില്ല. കുറച്ച് വോട്ട് വേണം, 2-3 സീറ്റ് വേണം, അതിനുവേണ്ടി എന്ത് രാഷ്ട്രീയ ചരിത്രവും കാണിക്കാം എന്ന നിലയിലേക്ക് അധപ്പതിക്കുന്ന UDF-നെയാണ് നാം കണ്ടത്. തെരഞ്ഞെടുപ്പിന് ശേഷം ചിലയിടങ്ങളിൽ മറയില്ലാതെ UDF-ൻ്റെ, കോൺഗ്രസിൻ്റെ അംഗങ്ങൾ BJP ആയി നിന്ന നിൽപ്പിൽ മാറുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു. നമ്മുടെ നാടാകെ സ്തംഭിച്ചുപോയി. ആ ഘട്ടത്തിലും പ്രതികരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. അപ്പോൾ എത്രമാത്രം കനത്ത ദൗർബല്യമാണ് തുടരുന്നത് എന്നാണ് നാം കാണേണ്ടത്. ഇവിടെ BJP നടപ്പാക്കുന്ന ഒട്ടേറെ തെറ്റായ നടപടികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇക്കാലത്ത് നടപ്പാക്കിയ ലേബർ കോഡുമായി ബന്ധപ്പെട്ട പ്രശ്നം. നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ ഇന്നനുഭവിക്കുന്ന അവകാശങ്ങൾ ആരെങ്കിലും ദയാവായ്പോടെ നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുത്തതല്ല. ഈ രാജ്യത്തിലെ തൊഴിലാളികൾ ദീർഘമായി നടത്തിയ പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, ത്യാഗപൂർവമായ പോരാട്ടങ്ങൾ, അതിൻ്റെ ഭാഗമായുള്ള ഒരുപാട് യാതനകൾ, അറസ്റ്റുകൾ, ജയിൽവാസങ്ങൾ, മർദ്ദനങ്ങൾ, ലോക്കപ്പ് മർദ്ദനങ്ങൾ, ചിലപ്പോൾ രക്തസാക്ഷിത്വങ്ങൾ നമ്മുടെ രാജ്യത്തിലെ തൊഴിലാളി വർഗത്തിന്
അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഓരോ അവകാശം നേടിയെടുത്തത്. ആ അവകാശങ്ങളാകെ ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്ന, കോർപ്പറേറ്റുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന, തൊഴിലാളിയുടെ സംഘടനാ അവകാശം പോലും ഇല്ലാതാക്കുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുണ്ടായത്. അതിന് നേതൃത്വം കൊടുത്തത് BJP. രാജ്യത്തുള്ള കേന്ദ്ര ട്രേഡ് യൂണിയനുകളാകെ BJP സ്വാഭാവികമായിട്ടുണ്ടാകില്ലല്ലോ, അവരുടെ സംഘടന ഉണ്ടാവില്ല. ബാക്കി എല്ലാവരും ഇതിൽ പ്രതിഷേധിക്കാൻ തയ്യാറായി. എല്ലാവരും കൂടിയുള്ള പ്രതിഷേധ പരിപാടികൾ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ വരുന്ന 12-ാം തീയതി പൊതുപണിമുടക്ക് നടത്താൻ രാജ്യവ്യാപകമായി തൊഴിലാളി സംഘടനകൾ തീരുമാനിച്ചു. എന്താണ് ഇവിടുത്തെ കോൺഗ്രസ് തീരുമാനിച്ചത്? ഇവിടെ CITയും AITUCയുമായി യോജിച്ചുകൊണ്ട് സമരം നടത്താൻ പാടില്ല. INTUCക്കാരോട് അതിൽ നിന്ന് പിൻവാങ്ങാൻ രാഷ്ട്രീയമായ തീരുമാനത്തിൻ്റെ ഭാഗമായുള്ള നിർദ്ദേശം. എന്താണിത് കാണിക്കുന്നത്? ഇത് BJPക്കെതിരെയുള്ള BJPയുടെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെയുള്ള പ്രക്ഷോഭത്തെ ശക്തിപ്പെടുത്തുകയാണോ ദുർബലപ്പെടുത്തുകയാണോ ചെയ്യുക? വ്യക്തമല്ലേ? ആ പ്രക്ഷോഭത്തെ ദുർബലപ്പെടുത്തലാണ്. അതാണ് കോൺഗ്രസും ലീഗും ചെയ്തത്. അവർ രണ്ടുപേരും കേരളത്തിലെ INTUCയോടും STUവിനോടും നിങ്ങൾ യോജിച്ച് നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നു. ഇത് പല കാര്യങ്ങളിൽ നാം കണ്ടതാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം BJPയെ, സംഘപരിവാറിനെ പ്രീണിപ്പിക്കാൻ സ്വീകരിക്കുന്ന നിലപാടുകൾ പല ഘട്ടങ്ങളിൽ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്രത്തോളം രാജ്യവ്യാപകമായി എല്ലാ സംഘടനകളും കൂടി തീരുമാനിച്ചുറപ്പിച്ച് ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമ്പോൾ ഇവിടെ അത് വേണ്ട എന്ന് പറയുന്ന നിലയിലേക്ക് BJP വിധേയത്വം കോൺഗ്രസിനും ലീഗിനും ഉണ്ടാകുന്നു എന്നത് നാം കാണാതിരിക്കരുത്. എന്താണ് അതിന് പിന്നിൽ? നാം ചിന്തിക്കേണ്ട കാര്യമാണ്. BJP സ്വീകരിക്കുന്ന നിലപാടിനെതിരെ പ്രക്ഷോഭം ഉയർത്തുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുണ്ടോ? ആ പ്രക്ഷോഭം ഉയർത്താതെ തൊഴിലാളി നേടിയ അവകാശങ്ങൾ സംരക്ഷിച്ചു നിർത്താൻ സാധിക്കുമോ? പക്ഷേ ഇവിടെ ആ കാര്യങ്ങളിൽ തീർത്തും BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്ന സമീപനമാണ് UDFിൻ്റെ ഭാഗത്തുണ്ടായത്. ഇത്ര പച്ചയായി BJPയെ, സംഘപരിവാറിനെ ശുദ്ധീകരിക്കുന്ന, അവരെ ന്യായീകരിക്കുന്ന സമീപനം എങ്ങനെയാണ് കോൺഗ്രസിന് സ്വീകരിക്കാൻ കഴിയുന്നത്?
കോൺഗ്രസ് ഒരു കേരള പാർട്ടിയല്ലല്ലോ, അഖിലേന്ത്യാ പാർട്ടിയാണല്ലോ. ആ പാർട്ടിക്ക് അഖിലേന്ത്യാ നേതൃത്വമുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഇടപെടുന്നത് നാം കണ്ടിട്ടുണ്ടോ? ഇതൊരു കാര്യമാണോ? രാജ്യത്ത് നമ്മുടെ ജനങ്ങളെ ബാധിക്കുന്ന പലതരത്തിലുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ലോകത്ത് ഇതുപോലൊരു പദ്ധതി അപൂർവമാണ്. കോടിക്കണക്കിന് ആളുകൾക്കാണ് ഇതിൻ്റെ ഭാഗമായി തൊഴിൽ ഉറപ്പ് നൽകാനായത്. എന്തുകൊണ്ടാണ് ഇത് സാധിച്ചത് എന്നത് എല്ലാവർക്കും അറിയാലോ. ഒരു പ്രത്യേക സാഹചര്യം രാജ്യത്ത് ഉയർന്നു വന്നു. ഒന്നാം UPA ഗവൺമെൻറ് വരുന്ന കാലം. അന്ന് BJP അധികാരത്തിൽ വരാതിരിക്കാൻ ഇടതുപക്ഷം കോൺഗ്രസ് എന്താണ് എന്ന വ്യക്തമായ ധാരണയോടുകൂടി തന്നെ കോൺഗ്രസിനെ പിന്താങ്ങി. ഏതെങ്കിലും വ്യാമോഹത്തോടെയല്ല. പക്ഷേ ആ ഗവൺമെൻറ് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അന്നത്തെ ഇടതുപക്ഷം ശക്തമായൊരാവശ്യം മുന്നോട്ട് വെച്ചു. അതിലൊന്ന് ഈ തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു. ആ ഗവൺമെൻറ്റിന് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ അനിവാര്യമാണ് എന്നതുകൊണ്ട് തന്നെ ആ ആവശ്യം അംഗീകരിക്കേണ്ടി വന്നു. അതിൻ്റെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതി വന്നു. പക്ഷേ തുറന്നു വന്ന ഗവൺമെൻറ്റുകൾ, അത് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയെ ദുർബലപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. BJP തൊഴിലുറപ്പ് പദ്ധതിയെ ദുർബലപ്പെടുത്താനുള്ള നടപടികൾ ശക്തമായി തുറന്നു വന്നു. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് ഒഴിയുകയാണ്. ഫലത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയെ കൊല്ലാൻ പോകുന്നു. പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള തുടക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിശക്തമായ എതിർപ്പ് ഉയർന്നു വരേണ്ട ഒരു കാലം. ആ എതിർപ്പ് അതേ രീതിയിൽ ഉയർത്തുന്നതിന് കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? എന്തുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയെ നേരത്തെ ഉള്ളതുപോലെ തുടരണം, ശക്തമായി ആ പദ്ധതി നിലനിൽക്കണം എന്നാവശ്യപ്പെടാൻ കഴിയാത്തത്? ഇന്ന് രാജ്യത്തിന് മുന്നിലുള്ള ഏറ്റവും സജീവമായ വിഷയമാണത്. പക്ഷേ കൃത്യതയോടെയുള്ള നിലപാട് സ്വീകരിച്ചു പോകാൻ കോൺഗ്രസ്സിനാകുന്നില്ല. ഇത് വിവിധ കാര്യങ്ങളിൽ കാണാൻ കഴിയും. നമ്മുടെ രാജ്യത്ത് BJP നടപ്പാക്കുന്ന സാമ്പത്തിക നയങ്ങളുണ്ട്. ആ സാമ്പത്തിക നയങ്ങൾ തൊഴിലാളി ദ്രോഹപരമാണ്, ജനങ്ങൾക്കെതിരാണ്, രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിനെതിരാണ്. അത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ് ഏത് പക്ഷത്താണ്? അവിടെയാണ് നാം ആലോചിക്കേണ്ടത്. കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയം എന്താണ്?
കോൺഗ്രസിന്റെ സാമ്പത്തിക നയവും ബി ജെ പിയുടെ സാമ്പത്തിക നയവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? ഫലത്തിൽ രണ്ടും ഒന്നല്ലേ? രണ്ടിനെ രണ്ടായി കാണാൻ കഴിയോ? കോൺഗ്രസിന്റെ സാമ്പത്തിക നയമല്ലേ ബി ജെ പി തീവ്രമായി പിന്തുടരുന്നത്? ഇവിടെ നടപ്പാക്കിയ ഓരോ നയങ്ങളും എടുത്തു നോക്കുക. കോൺഗ്രസ് നടപ്പാക്കിയത് അതിൻ്റെ തീവ്രതയോടെയല്ലേ ഇപ്പോ ബി ജെ പി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ബി ജെ പി നടപ്പാക്കുന്ന തീവ്രമായ ജനദ്രോഹപരമായ രാജ്യവിരുദ്ധമായ നടപടികൾ എല്ലാം തുടക്കം കുറിച്ചത് കോൺഗ്രസ് അല്ലേ? സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ അവയെ രാജ്യത്തിന് മുന്നിലാകെ അതിശക്തമായി അവതരിപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ എതിർക്കാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുന്നില്ല, കോർപ്പറേറ്റുകളെ ശാക്തീകരിക്കുന്നില്ല, തൊഴിലാളികളെ ദ്രോഹിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസിന് വേണ്ട രീതിയിൽ എതിർപ്പുയർത്താൻ കഴിയുന്നുണ്ടോ? എന്തേ കഴിയാത്തത്? അവരുടെയും നയം ഇതാണ്. അപ്പോ അവിടെ ഒരു സമരസപ്പെടൽ വരികയാണ്. ഈ നയത്തെ നേരത്തെ ഇടതുപക്ഷം ശക്തമായി എതിർത്തിട്ടുണ്ട്. ഇപ്പോഴും ഇടതുപക്ഷം ശക്തമായി എതിർത്തു പോവുകയാണ്. ഇനി ഒന്നുകൂടി കടന്നു നാം ചിന്തിച്ചാൽ സാമ്രാജ്യത്വത്തോടുള്ള വിധേയത്വം ഇപ്പോ അമേരിക്കൻ സാമ്രാജ്യത്വം എല്ലാം തങ്ങളുടെ കാൽ കീഴിൽ കൊണ്ടുവരാനാണല്ലോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം, ബി ജെ പി ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം തീർത്തും നമ്മുടെ രാജ്യത്തിന് ചേരാത്ത സമീപനമാണ്, തെറ്റായ സമീപനമാണ്. അതിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ തനിമ ഉയർത്തിപ്പിടിക്കാനാവുന്നില്ല. എന്താണ് രാജ്യത്തിൻ്റെ തനിമ? രാജ്യത്തിൻ്റെ തനിമ സാമ്രാജ്യത്വ വിരുദ്ധ സമീപനമായിരുന്നു. ലോകവേദികളിൽ ഇന്ത്യയുടെ ശബ്ദം ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട കാലമുണ്ടായിരുന്നു. മൂന്നാം ലോക രാഷ്ട്രങ്ങൾ, പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങൾ എല്ലാം ഇന്ത്യയുടെ ശബ്ദം ആവേശത്തോടെയായിരുന്നു കേട്ടിരുന്നത്. അതിനല്ലേ പിന്നീട് മാറ്റം വന്നത്? ആര് മാറ്റം വരുത്തി? കോൺഗ്രസ് തന്നെയല്ലേ. അതിൻ്റെതായ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയല്ലോ. കോൺഗ്രസ് മാറ്റം വരുത്തി സ്വീകരിച്ച നയം സാമ്രാജ്യത്വ പ്രീണനത്തിൻ്റെതായിരുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വത്തെ അടക്കം പ്രീണിപ്പിക്കുന്ന നിലപാട്, ഇസ്രയേലിനെ അംഗീകരിക്കുന്ന നിലപാട്, ഇത് ബി ജെ പി കൂടുതൽ ശക്തമായി തുറന്നു വന്നു. ഇപ്പോ ആ നയം തെറ്റായിപ്പോയി എന്ന് കോൺഗ്രസ് കാണുന്നുണ്ടോ? ലോകത്താകെ ഇന്നത്തെ കാലത്ത് എല്ലാ രാജ്യാന്തര മര്യാദകളും രാജ്യങ്ങൾ തമ്മിൽ പാലിക്കേണ്ട മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളല്ലേ നടക്കുന്നത്? വെനിസുല അതൊരു ഇന്ത്യയെപ്പോലെ ഒരു രാഷ്ട്രമാണല്ലോ. ആ രാഷ്ട്രത്തിനകത്താണല്ലോ അമേരിക്കൻ സേന ഇരച്ചു കയറുന്നത്.
അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയെയും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിരിക്കല്ലേ, തട്ടിക്കൊണ്ടുപോയിരിക്കല്ലേ. പാകിസ്ഥാനിൽ നിന്ന് ഭീകരർ ഇന്ത്യക്കകത്ത് വന്ന് നമ്മുടെ സഹോദരങ്ങളെ കൊലപ്പെടുത്തിയപ്പോൾ നാം പ്രകടിപ്പിച്ച വികാരമില്ലേ? ലോകരാഷ്ട്രങ്ങളോട് ഇന്ത്യ ഗവൺമെന്റ് ആവശ്യപ്പെട്ട കാര്യങ്ങളില്ലേ? അത് വെനിസ്വലക്കും ബാധകമല്ലേ? ആരുടെ കൂടെ ഇന്ത്യ നിന്നു? വെനിസ്വലയിൽ നടത്തിയ ആക്രമണത്തെ അപലപിക്കാൻ തയ്യാറായോ? ട്രംപിന്റെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്നു. ഇതല്ലേ സംഭവിക്കുന്നത്? ഇവിടെ സാമ്രാജ്യത്തിനെതിരായുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കാൻ നേരത്തെയും കോൺഗ്രസിന് കഴിഞ്ഞില്ല, ഇപ്പോഴും കഴിയുന്നില്ല. ഇതാണ് നാം കാണേണ്ടത്. ഈ നിലയാണ് രാജ്യത്താകെ നിലനിൽക്കുന്നത്. രാജ്യത്ത് നിലനിൽക്കുന്ന ഈ പൊതു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ വേറിട്ട ഒരിടം കേരളം എന്ന ഈ സംസ്ഥാനം, അത് നമ്മൾ ആരുടെയെങ്കിലും മേനി പറച്ചിലല്ല. ഇത്ര ശാന്തമായി സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ഒരിടം നമ്മുടെ രാജ്യത്ത് മറ്റെവിടെയുണ്ട്? എല്ലാവരും രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽപ്പെട്ടവർ അത് സമ്മതിക്കുന്നു. നമ്മുടെ രാജ്യത്തിനകത്ത് ഒരുപാട് വർഗീയ സംഘർഷങ്ങൾ, കേരളത്തിലും നേരത്തെ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഞാൻ ആ കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ 10 വർഷം ഏതെങ്കിലും ഒരു വർഗീയ സംഘർഷമുണ്ടായോ? വർഗീയ കലാപമുണ്ടായോ? ഇവിടെ വർഗീയ സംഘടനകൾ ഇല്ലാത്തതുകൊണ്ടാണോ? വർഗീയ സംഘടനകളുണ്ടല്ലോ. ചിലര് അവരാണ് ഏറ്റവും കരുത്തുള്ളവർ. ഇന്ത്യക്കകത്ത് ഏറ്റവും കരുത്തുള്ള തങ്ങളുടെ സംഘടന കേരളത്തിലാണ് എന്ന് അഭിമാനിക്കുന്ന വർഗീയ സംഘടന പോലും ഉണ്ടല്ലോ. അവർ പണ്ട് തല പൊക്കിയിട്ടുണ്ട്. എന്തേ ഇപ്പൊ തല പൊക്കാൻ കഴിയാത്തത്? അവിടെയാണ് വർഗീയതയോടുള്ള സമീപനം. വർഗീയ പ്രശ്നങ്ങൾ ഉയരുമ്പോൾ കർക്കശമായ നിലപാട് സ്വീകരിച്ചു പോവുകയാണ്. ഒന്നിനെയും ചാരി നിൽക്കില്ല, ഒന്നിനെയും സംരക്ഷിക്കില്ല. വർഗീയ പ്രശ്നമാണോ? വർഗീയ നിലപാടാണോ? വർഗീയ സംഘർഷത്തിന് തുടക്കമാണോ? ശക്തമായ നടപടിയെടുക്കും. അതാണ് കേരളം ഇപ്പോ അനുഭവിക്കുന്ന സ്ഥിതിക്ക് കാരണം. ഇവിടെ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ഒരു മതവിഭാഗത്തിനകത്ത് തന്നെ ചേരിതിരിഞ്ഞുള്ള ആക്രമണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നില്ലേ? ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് അതിനെല്ലാം കുറവ് വന്നില്ലേ? എന്തേ കാരണം? ഇത് തന്നെ. ആരെയും ചാരി നിൽക്കില്ല, ആർക്കും തെറ്റ് ചെയ്യാൻ സംരക്ഷണം ലഭിക്കില്ല. തെറ്റാണോ ചെയ്തത്, ശക്തമായ നടപടി സ്വീകരിക്കും. ശ്രമിച്ചില്ലേ? മാറ്റം വന്നില്ലേ? സമാധാനപരമായ ജീവിതം നമ്മുടെ ജനങ്ങളാകെ ആഗ്രഹിക്കുന്നതല്ലേ? ആ സമാധാനപരമായ ജീവിതമുള്ളിടത്തല്ലേ മറ്റു പുരോഗതികളുണ്ടാവും. എല്ലാ തലത്തിലും പുരോഗതി നേടാൻ നമുക്ക് കഴിഞ്ഞല്ലോ.
എണ്ണി എണ്ണി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. എനിക്ക് മറ്റൊരു പരിപാടി കൂടി കൊല്ലത്ത് പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഇതിൻ്റെ മറ്റ് തുടർ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എല്ലാ രംഗങ്ങളിലും വൻതോതിലുള്ള മാറ്റം വന്നിരിക്കുന്നു. ആ മാറ്റം വികസന രംഗത്ത് മാത്രമല്ല, ക്ഷേമരംഗത്തും. ഇപ്പോൾ നമ്മുടെ നാട് അതിദാരിദ്ര്യമുക്തമായി. നമ്മുടെ രാജ്യത്ത് കേരളത്തിനല്ലാതെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തിനത് കഴിഞ്ഞോ? പോട്ടെ, നമ്മളത് പൂർത്തിയാക്കി. ഏതെങ്കിലും ഒരു സംസ്ഥാനം അത്തരമൊരു പരിപാടി തുടങ്ങാൻ അതിനുശേഷവും സന്നദ്ധമായോ? ഇവിടെയാണ് വ്യത്യാസം. ഇവിടെയാണ് ജനങ്ങളോട് ആഭിമുഖ്യമുള്ള നയത്തിൻ്റെ പ്രസക്തി. ഇവിടെയാണ് LDFിൻ്റെ പ്രസക്തി. ജനങ്ങൾക്ക് വേണ്ടിയാണ് LDF നിലകൊള്ളുന്നത്. അതിൻ്റെ ഭാഗമായുള്ള മാറ്റം എല്ലാ രംഗത്തും കേരളത്തിൽ കാണാൻ കഴിയും. അത് ക്ഷേമ പെൻഷൻ വർധനവ് മാത്രമല്ല, സ്ത്രീ സുരക്ഷാ പദ്ധതി മാത്രമല്ല, കണക്ട് കരിയർ എന്ന നിലക്ക് മാത്രമല്ല, എല്ലാ മേഖലയിലും ക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നേറുകയാണ്. നാം ഒരു നവകേരളം, അത് എല്ലാം കൂടിയുള്ളതാണ്. വികസനവും ക്ഷേമവും ജീവിത സാഹചര്യവും എല്ലാം കൂടി ചേർന്നതാണ്. നമ്മുടെ വികസിത രാഷ്ട്രങ്ങളിലെ, മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് കേരളീയരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് നവകേരളത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ആ നവകേരളം നമുക്ക് ഒരു സ്വപ്നമല്ല, യാഥാർത്ഥ്യമാക്കാനാകണം. ആ കാര്യത്തിൽ നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ ഈ PS ഭവൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.